ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ വതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ആത്മീയേറിരി സംഭൂത രാമാംഭോനിധി സങ്കത ശ്രീമദ് രാമായണീ ഗംഗ പുനാദുഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 144 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ 20 വരെയുള്ള സർഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 21 മുതൽക്കുള്ള 2-4 സർഗങ്ങളാണ് ഇന്ന് നോക്കാനുള്ളത്. നേരത്തെ കേട്ടത് അശോകവനികയിലെ ദുഃഖാർത്ഥിയായി രാമനെ തന്നെ ചിന്തിച്ചിരിക്കുന്ന സീതയുടെ അടുത്തേക്ക് രാവണൻ തൻ്റെ സർവപ്രതാപങ്ങളോടും കൂടി അനേക വിശിഷ്ട വസ്തുക്കളോടുകൂടി എഴുന്നള്ളി തൻ്റെ കേമത്വങ്ങളൊക്കെ കേമായിട്ട് സ്വയം തന്നെ പ്രശംസിച്ച് എന്നെ സ്വീകരിക്കൂ, ഭീരുവായിട്ട് കാട്ടിക്കഴിയുന്ന രാമനെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഉപേക്ഷിച്ചേക്കുമോ എന്നൊക്കെ ഉപദേശിച്ച് നമ്മൾ കേട്ടു. നീചമായ മട്ടില് നിർലജ്ജനായിട്ട് കാമത്തിന് അടിമപ്പെട്ടിട്ട് രാവണൻ്റെ കാമാഭ്യർത്ഥനയ്ക്ക് സീതയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു, സീത അതിനെങ്ങനെ മറുപടി പറഞ്ഞു എന്നാണ് 21 സർഗങ്ങൾക്കുള്ള ഭാഗത്ത് കാണുക. കവി പറയാണ്, തസ്യ തദ്വചനം ശ്രുത്വാ സീതാ രൗദ്രസ്യ രാക്ഷസ ആർത്താദീനസ്വരാധീനം പ്രത്യുവാച തദശനൈഃ. ഈ രാക്ഷസരാജാവായ ക്രൂരബുദ്ധിയായിരിക്കുന്ന രാവണൻ്റെ വാക്കുകൾ കേട്ടിട്ട് ദീനയായിരിക്കുന്ന അതിവ്രതയായിരിക്കുന്ന ദുഃഖാർത്ത അരുന്ധതി സീത വേപമാന തപസ്വിനി, അവൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നവളും തപസ്വിനിയായ ആ സീത, പതിവ്രതയായിരിക്കുന്ന സീത ഇങ്ങനെ പറഞ്ഞു. പതിമേവ, ആ രാമനെക്കുറിച്ച് തന്നെ വിചാരിച്ചുകൊണ്ട് വരാലോഹ പതിമേവ പതിവ്രത ചിന്തയന്തി രാമമേവ എന്നർത്ഥം. രാമനെക്കുറിച്ച് തന്നെ വിചാരിച്ച് തൻ്റെ പ്രിയതമനായ രാമനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് ആ രാവണനോട് പറഞ്ഞു. അവൾ പറയുന്നതിന് മുമ്പായിട്ട് തൃണം അന്തരത കൃത്വ, ഒരു പുൽക്കൊടി എടുത്തിട്ട് തനിക്കും രാവണനും ഇടയിൽ വെച്ചു. ഇനി പറയുന്നതായ വാക്കുകളൊക്കെ ആ പുൽക്കൊടിയോട് പറയും പോലെയാണ്. ആ രാവണനോട്, പരപുരുഷനായിരിക്കുന്ന ദുഷ്ടനായിരിക്കുന്ന ഈ രാവണനോട് സംസാരിക്കാൻ തന്നെ കൊള്ളാത്ത ആളാണ്, തനിക്ക് ആരോടൊന്നും പറയാനില്ല എന്ന് കാണിക്കുക കൂടിയാണ്. വേറെ അടുത്ത് പറഞ്ഞാൽ ഒരു പുൽക്കൊടിക്ക് സമാനമായിട്ട് ഈ പ്രതാപലങ്കേശ്വരനായ രാവണനെ സീത കാണുന്നുള്ളൂ എന്ന് കൂടി അതിനർത്ഥം പറയാം. അവിടെ പറഞ്ഞു, നിവർത്തയ മനോമത്ത സ്വജനേ പ്രിയതാമന. ഈ രാവണനോട് പറഞ്ഞു, നീ എന്നിൽ നിന്ന് മനസ്സ് പിൻവലിച്ചാലോ, നിനക്ക് പറ്റിയതല്ല ഇതെന്ന്. കാരണം എന്നെ അർത്ഥിക്കരുത്, പാപാത്മാക്കൾക്ക് പ്രാപിക്കാൻ വേണ്ടി നമ്മളല്ല ഞാൻ. അവന് പുറംതിരിഞ്ഞിരുന്നുകൊണ്ട് പിന്നീട് പറഞ്ഞു, രാവണനെ തൻ്റെ പിറകുഭാഗത്താക്കുന്ന പോലെ പുറംതിരിഞ്ഞിരുന്നിട്ട് പറഞ്ഞു, സജ്ജനധർമ്മം കൈക്കൊള്ളുകയാണ് അങ്ങ് വേണ്ടത്. നാഹം ഔപയേകി ഭാര്യ പരഭാര്യ സതീതവാ, ഞാൻ നിൻ്റെ ഭാര്യയല്ല, പരഭാര്യയാണ്, അന്യൻ്റെ ഭാര്യയാണ്. അന്യൻ്റെ ഭാര്യയോടുള്ള ഈ അസ്ഥാനസ്ഥമായ കാമം ഉപേക്ഷിക്കൂ. യഥാതമ തഥന്യേഷ ലക്ഷ്യാധാരാൻശാചര. യോഗ്യന്മാരായ പുരുഷന്മാരെന്താ വേണ്ടത്? സ്വന്തം ഭാര്യയെ രക്ഷിക്കുന്ന പോലെ, അഥവാ ഭാര്യമാർ, ഈ രാവണനൊക്കെ അനേക ഭാര്യമാരുണ്ടല്ലോ, അവരെ രക്ഷിക്കുന്ന പോലെ ഞാനും രക്ഷിക്കപ്പെടേണ്ടവളാണ്. ധർമ്മം വീക്ഷിക്കുന്ന പുരുഷന്മാരതാ ചെയ്യേണ്ടത്. സ്വന്തം ഭാര്യയുടെ സംരക്ഷണം എങ്ങനെ നടത്തുന്നു അതുപോലെ അന്യൻ്റെ ഭാര്യയെയും രക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നിൽക്കുന്ന വിദ്യകളൊക്കെ, അല്ലാത്തതായ പ്രവൃത്തികളും വാക്കുകളൊക്കെ നിനക്ക് അപകടത്തിന് വരുന്നതാണ്. സ്വന്തം ഭാര്യയിൽ ഇരിക്കാതെ അന്യഭാര്യയിലെ രാക്ഷസാനാമഭാവായ നീ എന്ത് ചെയ്യണം? അതുഷ്ട സ്വേഷു ദാരേഷു ചപലം ചപലേന്ദ്രിയം. സ്വന്തം ഭാര്യയിലെ
തൃപ്തി കണ്ടെത്താതെ അന്യഭാര്യയിൽ മനസ്സ് വെക്കുന്നത് നിനക്ക് നല്ലതല്ല. ഈ ഇത്തരം വൃത്തികൾ കൊണ്ടു നടക്കുന്ന രാജാവിൻ്റെ രാജ്യവും സ്വജനങ്ങളും സ്വത്തുമൊക്കെ നശിച്ചു പോകും. നീ ചെയ്യുന്നത് ആത്മനാശത്തിനുള്ള വഴിയാണ്. അതുകൊണ്ട് സുഹൃതീർഘന്യമാനസ്യ രാവണ ദീർഘദർശിന, വളരെയൊന്നും ദീർഘദർശിതത്തില്ലാത്ത വരാൻ പോകുന്ന ദുഷ്ഫലങ്ങളെ വേണ്ടതുപോലെ കണ്ടറിയാൻ കഴിയാതെ തന്നെ രാവണ നിനക്ക് നല്ലതല്ല. എന്തു ചെയ്യും? ഇതൊക്കെ സമൃദ്ധാനി വിനിശ്യന്തി രാഷ്ട്രാണി നഗരാണി. ഇത്തരം കുൽസിതമായ സ്വഭാവവും പ്രവൃത്തിയൊക്കെ സ്വന്തം രാജ്യത്തെ നശിപ്പിക്കുന്നതാണ്. എന്നെ നിനക്കാകട്ടെ ഒരു തരത്തിലും പ്രലോഭിപ്പിക്കാൻ കഴിയില്ല. ആ സീതയുടെ പാതിവൃത്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെ ഒക്കെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. പ്രതാപലങ്കേശ്വരനായി സമസ്ത സുഖഭോഗങ്ങളെയും വാഗ്ദാനം ചെയ്യുന്ന ആ രാവണൻ്റെ എല്ലാ വാഗ്ദാനങ്ങളെയും പുല്ലുപോലെ നിരസിച്ചിട്ട് ആ സീത പറഞ്ഞു, ശക്യാലോഭ ഇതുന്നാഹം ഐശ്വര്യേണധനേന വാ. അല്ലോ രാവണ, ഐശ്വര്യം കൊണ്ടോ സമ്പത്ത് കാണിച്ചിട്ടോ നിനക്ക് എന്നെ പ്രലോഭിപ്പിക്കാൻ കഴിയില്ല. അനന്യാരാഘവേണാഹം ഭാസ്കരേണ യഥാപ്രഭ. എങ്ങനെയാണോ പ്രഭ, ആ സൂര്യൻ്റെ തേജസ് സൂര്യന് വിട്ടുപോകാത്തത്, അതുപോലെ ഞാൻ ആ രാഘവനായിരിക്കുന്ന രാമനൊഴിച്ച് വേറൊരാളെയും ചിന്തിക്കുന്നവളല്ല. നിൻ്റെ ഈ പ്രതാപങ്ങളോ ഐശ്വര്യത്തെക്കുറിച്ചുള്ള ഈ പ്രഭാഷണങ്ങളൊന്നും എന്നെ ലവലേശം ഇളക്കാൻ പര്യാപ്തമല്ല. ആ മന്നവേന്ദ്രനായ പുരുഷ കേസരിയായിരിക്കുന്ന രാമൻ്റെ കൈത്തണ്ടകളെ ഉപധാനമാക്കിയാണ് ഞാൻ വേറൊരാളെക്കുറിച്ച് എങ്ങനെ വിചാരിക്കും? അഹം ഔപയകീ ഭാര്യ തസ്യവതേ തസ്നാതസ്യ വിദ്യേവ വിപ്രസ്യ വിദതാത്മനാം. തപസ് ഉള്ളവനായ ബ്രാഹ്മണൻ്റെ വിദ്യ പോലെ എൻ്റെ മനസ്സ് ഇളകിപ്പോവില്ല. വിദ്യയും തപസ്സൊക്കെ ഇടാനുള്ള മനസ്സ് എങ്ങനെയാണോ അതേപോലെ ഈ വ്രതസ്ഥയായിരിക്കുന്ന എൻ്റെ മനസ്സിന് ഇളക്കാൻ നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് നീ ഈ മോഹം ഉപേക്ഷിച്ചേക്കോ. വിദിത സർവ്വതം ശരണാഗത വത്സല. നിനക്ക് നല്ലതെന്താണ്? എന്നെ ആ രാമന് തിരിച്ചു കൊടുക്കുകയാണ്. ശരണാഗത വത്സലാണ്. അവിടുന്ന് ശരണം പ്രാപിച്ചവരെ എപ്പോഴും വാത്സല്യത്തോടുകൂടി കാണും, നിന്നെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് എന്നെ ആ രാമന് സമർപ്പിക്കൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ കുലവും നീയൊക്കെ ബാക്കിയുണ്ടാവും. അങ്ങനെ മാത്രമേ നിനക്ക് നന്മ ഉണ്ടാവാനിടയുള്ളൂ. ഏവം ഹിതേവവേല സ്വസ്തി സമ്പ്രദായ രഘുത്തമേ. രഘുത്തമനായിരിക്കുന്ന രഘുവംശതിലകമായിരിക്കുന്ന രാമന് എന്നെ സമർപ്പിക്കൂ. അതുകൊണ്ട് മാത്രമേ നിനക്ക് ക്ഷേമം ഉണ്ടാവുള്ളൂ. അന്യഥാത്വം ഹിവാണ് പരാം പ്രാപ്സ്യതി ആപദാം. അല്ലെങ്കിൽ വലിയ ആപത്തുകളെയാണ് നീ നേരിടാൻ പോകുന്നത് എന്നൊക്കെ അവിടെ പറഞ്ഞു. വർദ്ധയേത് വജ്രമുത്സൃഷ്ടം വർദ്ധയേത് അന്തകസ്ഥിരം തദ്ധിസന്നത് സംക്രുദ്ധോ ലോകനാഥം സരാഘവ. തൊടുത്തു വിട്ട വജ്രം പിന്തിരിയാത്ത പോലെ ആ രാമൻ്റെ ബാണങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാതെ തിരിച്ചു പോവില്ല. ആ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ലക്ഷ്യത്തെ തറയ്ക്കുന്നതായ അമ്പുകൾ വന്ന് വീഴുന്നതിന് മുമ്പ് നീ സദ്ബുദ്ധിയാകൂ. ഇഷവോ നിപതിഷ്യന്തി. അവരുടെ ഈ കൂർത്തുമൂർത്ത അമ്പുകൾ വരുന്നതിന് മുമ്പേ നീ ഈ പ്രവൃത്തി അവസാനിപ്പിക്കൂ. നിനക്ക് നല്ല അതാണ്. ആ നരസിംഹരൂപികളായ പുരുഷ സിംഹങ്ങളായിരിക്കുന്ന ആ രണ്ടാളുകളും ആ രാമനും ലക്ഷ്മണനും ആശ്രമത്തിൽ ഇല്ലാത്ത സമയത്ത് ഭീരുവിനെ പോലെ ഒരു മോഷ്ടാവിനെ പോലെയാണല്ലോ നീ എന്നെ തട്ടിക്കൊണ്ടുവന്ന്. ഇത് വലിയ പൗരുഷമൊന്നുമല്ല, നീ വലിയ കേമനാണെന്നും ലോകങ്ങളെ ജയിച്ചവനാണെന്നും ഭാവിക്കുന്നു. പക്ഷേ ഒരു ഭീരുവെ പോലെ മോഷ്ടാവിനെ പോലെ എന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതുകൊണ്ട് നീ ഗന്ധർവ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ശക്യം സന്ദർശനെ സ്ഥാതും ശുനാശാർദൂലയോ നിഭ. ആ രാമലക്ഷ്മണന്മാരെ അടുത്തുണ്ടായിരുന്നെങ്കിൽ പട്ടി പുലിയുടെ അടുത്ത് എന്ന പോലെ നീ നിൽക്കാൻ കൊള്ളാവുന്നവനല്ല. അവരുടെ മുമ്പിൽ നിൽക്കാൻ പോലും നിനക്ക് സാധിക്കില്ല. അതാണ് നിൻ്റെ സ്ഥിതി. അതുകൊണ്ട് നല്ലതെന്താണ്? ആരെ അഭയം പ്രാപിച്ചാലും എവിടെ ചെന്നിട്ടും നിനക്ക് ആ രാമബാണങ്ങളിൽ രക്ഷ ഉണ്ടാവില്ല. ഗിരിങ്കുബേരസ്യ ഗതോഥവാലയം സഭാംഗതോ വാ വരുണസ്യ രാജ്ഞ. വരുണൻ്റെ പുരിയിലോ കുബേരൻ്റെ പർവ്വതപ്രദേശങ്ങളിലോ ഒന്നാൽ ചെന്നപ്പോഴും നിനക്ക് രക്ഷ ഉണ്ടാവില്ല. അസംശയം ദാശരഥേ വിമോക്ഷ്യസേ. അല്ലേ രാവണ, ആ രാഘവന്മാരുടെ ഹസ്തത്തിൽ നിനക്ക് രക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് സീത. ഇതൊക്കെയാണ് 21 സർഗത്തിൽ. 21 സർഗത്തിൽ നമ്മൾ രാവണൻ്റെ ആ പ്രത്യാഖ്യാനം കാണുന്നത്. രാവണൻ എന്ത് പറഞ്ഞു?
പ്രത്യുവാച സീതാം വിപ്രിയം പ്രിയദർശനം. പ്രിയദർശനിയായിരിക്കുന്ന ആ സീതയോട് രാവണനായിട്ട് പരുഷ പരുഷമായ വാക്കുകൾ പറഞ്ഞു. രാവണൻ പറഞ്ഞു, യഥാ യഥാ സാന്തയിത്വാ വശ്യസ്ത്രീണം തഥാ തഥാ യഥാ യഥാ പ്രിയം ഭക്ത പരിഭൂതസ്തഥാ തഥാ. സാധാരണ രീതിയിൽ സ്ത്രീകൾ എത്രത്തോളം പുകഴ്ത്തുന്നോ അത്രത്തോളം പുരുഷൻ്റെ വശ്യകളാവും, വശപ്പെടുന്നർത്ഥം. നീ വല്ലാത്ത ഒരു സത്വം തന്നെയാണെന്നർത്ഥം. നിന്നെ ഞാൻ പ്രണയത്തോട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എനിക്ക് വഴങ്ങുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ വാമക്കാമോ മനുഷ്യാണാം യസ്മിൻ ഗലതി ബന്ധ്യതേ. പുരുഷന്മാർക്ക് കാമം വന്നത് വളരെ മനോഹരമായിട്ടുള്ളതും മനസ്സിലടക്കുന്നതുമാണ്. അത് ആരോട് തോന്നുന്നുവോ ആ ആളിൽ ആരോട് പ്രണയം തോന്നുന്നു, ആരോട് കാമം തോന്നുന്നു, ആളുടെ അനുകമ്പയും സ്നേഹമൊക്കെ തോന്നും. പക്ഷെ നിന്നോട് ഞാനതുകൊണ്ടാണ് ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കള്ളത്താപസനായ രാമനെക്കുറിച്ച് പറയുകയാണ്. അയാളെ തപസ്യയുടെ വേഷത്തിൽ നടക്കുകയാണ്, ശരിക്കും കള്ളത്താപസനാണ്. ആ കള്ളത്താപസനായിരിക്കുന്ന ആ രാമനുള്ള മനസ്സ് നീ വിട്ടുകളയൂ. ഏതസ്മാൽ കാരണേന ത്വം ഘാതയാമി വരാനനെ. ഞാൻ യഥാർത്ഥത്തിൽ എന്നെ വധിക്കുക ചെയ്യും. പക്ഷെ ഞാൻ നിന്നുള്ള പ്രേമം കൊണ്ട്, ആ കാമമുള്ളത് കൊണ്ടാണ് നിന്നെ കൊല്ലാതെ വിടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊല്ലാത്തത്. യഥാർത്ഥത്തിൽ ഒന്നിനും കൊള്ളാത്തവനായ രാമനിൽ തന്നെ മനസ്സ് വെക്കുന്നത് നിന്നെ കൊന്നുകളയേണ്ടതാണ്. എന്നോട് നീ പറയുന്ന ഈ ഓരോ പരുഷവാക്കിനും യഥാർത്ഥത്തിൽ നീ വധാർഹയാണ്. നീ പറയുന്ന ഓരോരോ പരുഷവാക്കിനും ഞാൻ നിന്നെ കൊല്ലേണ്ടതാണ്. അതാണ് തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് വലിയ ഒരു സൗജന്യം കാണിക്കുന്നവർ പറയാണ്, ദ്വൗ മാസോ രക്ഷിതവുമേ യോവതിസ്തയമയാകൃത. 2 മാസം ഞാൻ നിനക്ക് സമയം തരാം. അതൊരു ആലോചിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മറുപടി കിട്ടുന്നവരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ നിർത്താം. തപസ്സൈനമാരോഹ മമത്വം വരവർണ്ണി. അതിനുശേഷം നീ എൻ്റെ കിടക്ക പങ്കിടണം എന്ന് പറയാൻ. ദ്വാഭ്യാം ഊർധ്വം ദ്വമാസാഭ്യാം ഭർത്താരം മാം അനിച്ഛതിം. ഈ 2 മാസം കഴിഞ്ഞിട്ടും നീ എനിക്ക് വശപ്പെടുന്നില്ലെങ്കിൽ, നീ എന്നെ ഭർത്താവായി സ്വീകരിക്കുന്നില്ലെങ്കിൽ, മമത്വം പ്രാതരാശാർത്ഥേ, ഞാൻ നിന്നെ പ്രാതലാക്കുന്നുണ്ട്. പ്രാതത്തെ പ്രഭാത ഭക്ഷണം. രാക്ഷസനാണല്ലോ, മനുഷ്യമാംസം കഴിക്കാൻ ഒരു വിഷമമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ പ്രണയമൊക്കെ പറഞ്ഞ ആളാണ് രാവണൻ പറയുന്നത്. നീ എനിക്ക് വഴങ്ങുന്നില്ലെങ്കിലോ ഞാൻ നിന്നെ ഭക്ഷണമാക്കുന്നത്. ലോകത്തിൽ അങ്ങനെയാണ്. തനിക്ക് വശപ്പെടില്ല, തനിക്ക് അനുഭവിക്കാൻ കിട്ടില്ല എന്ന് പറയുന്ന ഒന്നിനെ നശിപ്പിച്ചളയാനും ഭക്ഷിച്ചളയാനുള്ള കാമഭ്രാന്ത് ഇക്കാലത്ത് ലോകത്ത് കാണുന്നുണ്ടല്ലോ. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. തനിക്ക് വശപ്പെടാത്ത ആളെ കൊന്നു കളയുന്നു, അല്ലെങ്കിൽ അവരെ ആസിഡ് ഒഴിക്കുന്നു, അപകടപ്പെടുത്തുന്നു. ഇങ്ങനെ പലതരത്തിലും ചെയ്യുന്നതാണ് ദേവബുദ്ധി. ഇതൊക്കെ രാക്ഷസബുദ്ധിയാണ്. രാക്ഷസബുദ്ധിയായ രാവണൻ പറയുന്നതുകൊണ്ട് നീ എനിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ദ്വാഭ്യാമൂർധ്വാം, ഈ 2 മാസക്കാലം കൊണ്ട് നീ എനിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പ്രാതരാശാർത്ഥം, പ്രാതലിന് വേണ്ടിയിട്ട് നിൻ്റെ ശരീരം കൊത്തിക്കീറുന്നുണ്ടെന്നാണ്. താം ഭത്സ്യമാനാം രാക്ഷസേന്ദ്രേണ ജാനയും. നീ എന്താണ് ഗന്ധർവദേവകന്യാസ്ഥാ നിഷേധേക്ഷണ. ഈ രാക്ഷസേന്ദ്രൻ ആ രാവണൻ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ സീതയെ ഭീഷണിപ്പെടുത്തുന്നു. ദയനീയായിരിക്കുന്ന സീതയെ കണ്ടിട്ട് അദൃശ്യരായിരിക്കുന്ന ദേവഗന്ധർവ കന്യകമാരൊക്കെ കണ്ണീരണിഞ്ഞു എന്ന് പറയാൻ. അവരൊന്നും ഇപ്പോൾ ഈ രാവണൻ കാണുന്നില്ല. അവർക്ക് അദൃശ്യകളായിട്ട് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ആ ഗന്ധർവ കന്യകമാരൊക്കെ കണ്ണീരണിഞ്ഞു എന്ന് പറയാൻ. അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്തത്? താഭിരാശ്വാസിത സീത രാവണൻ്റെ അക്ഷരാധിപ. അവരൊക്കെ അവരെ കണ്ണുകൊണ്ട്, നേത്രസജ്ഞകളെ കൊണ്ട് എന്ത് ചെയ്തു? മുഖഭാവം കൊണ്ടൊക്കെ ഈ സീതയെ ആശ്വസിപ്പിച്ചു. ആര്? ഈ ദേവഗന്ധർവ കന്യകമാർ. അവരൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അവരൊക്കെ തങ്ങളുടെ മുഖഭാവം കൊണ്ട് സീതയെ ആശ്വസിപ്പിക്കുന്ന പോലെ തോന്നി. അതിനുശേഷം സീത രാവണനോട് വീണ്ടും പറഞ്ഞു, നൂനം തേജന കശ്ചിത് അസ്മിൻ ശ്രേയസി സ്ഥിത. അല്ലയോ രാവണ, നിനക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ലങ്കയിലുണ്ടെന്ന് തോന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ നിന്നെ ഉപദേശിക്കുമായിരുന്നു, ഈ നീചവൃത്തിയിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കുമായിരുന്നു. നീ നിന്റെ സ്വന്തക്കാരാണെന്ന് വിചാരിക്കുന്ന നിന്റെ ആശ്രിതന്മാരും നിനക്ക് ശ്രേയസ് ആഗ്രഹിക്കുന്നവരും നിന്റെ ഉൽപ്പതിഷ്ണുക്കളുമാണെന്നൊക്കെ വിചാരിക്കുന്ന
ഈ ബന്ധുജനങ്ങൾ ആരും തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹമുള്ളവരല്ല. സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ നിന്റെ അഭ്യുന്നതിക്ക് അവർ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? ഈ ദുർവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. അതാരും ചെയ്യുന്നില്ലല്ലോ എന്നാണ് സീത സങ്കടത്തോടെ പറയുന്നത്. ഇങ്ങനെ ഇപ്പോൾ അല്ലാതാണ് രാക്ഷസ അധമ സംബോധന തന്നെ, അധമ എന്നാ സംബോധന, അല്ലെ രാക്ഷസ അധമ രാമസ്യ ഭാര്യ അമിത തേജസ, അമിതമായ തേജസ്സുള്ളവനായ ആ രാമൻ്റെ ഭാര്യയോട് നീ വിപ്രിയവും അന്യായമായ വാക്കാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നിനക്ക് നന്മയുണ്ട് എന്ന് വിചാരിക്കാൻ കഴിയില്ല. സ്വം ഇക്ഷാകുനാഥം വൈ ക്ഷിപന്യകനലജ്ജസേ ചക്ഷുഷോ വിഷയേതസ്യ മയാവതുപഗച്ഛസി. നീ ഇപ്പോൾ ഈ വലിയ വാക്കുകൾ, ചീത്തയായ വാക്കുകളൊക്കെ ആ ഇക്ഷ്വാകുനാഥനായ രാമനെ കൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര വരെയുള്ളൂ? അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ പെടുന്നവരെയുള്ളൂ. എപ്പോഴാണോ രാമൻ്റെ ദൃഷ്ടിക്ക് നീ വിഷയമാകുന്നതെന്ന് നിന്റെ ജീവിതം കഴിയുന്ന നിന്നെ വധിക്കാതിരിക്കില്ല എന്ന് പറയാം. പറഞ്ഞ് അതുകൊണ്ട് ആ ധർമാത്മാവിൻ്റെ പത്നി ദശരഥൻ്റെ പുത്രഭാര്യയായിരിക്കുന്ന എന്നോട് പാപാത്മാവായ നീ ഇങ്ങനെ പറഞ്ഞിട്ടും നിന്റെ നാവ് അറ്റുപോകുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ നിനക്ക് എന്നെ അപഹരിച്ചുകൊണ്ടുവരാൻ സാധിച്ചതുപോലെ യഥാർത്ഥത്തിൽ നിന്നെ കൊല്ലാൻ ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈശ്വര നിശ്ചയമാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ നിനക്ക് എന്നെ കൊണ്ടുവരാൻ സാധിക്കായിരുന്നില്ല. നീ എന്നെ കൊണ്ടുവന്നു, ആ രാമൻ്റെ ക്രോധത്തിന് പാത്രമായി, അതുകൊണ്ട് തന്നെ നിനക്ക് മരണം ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മോഷ്ടാവിന് ചേർന്ന പ്രവൃത്തിയാണ് ചെയ്തത്, യോഗ്യന്മാർക്ക് പറ്റിയതല്ല. ശൂരേണ ധനതഭ്രാതാബലെ ഈ സമുദിതേനജ അപോക്ഷ്യ രാമങ്കസ്മാത്തിൽ ധാരചൗര്യം ത്വയാകൃതം. ആ ശ്രേഷ്ഠനായിരിക്കുന്ന രാമൻ്റെ ഭാര്യയോട് നീ ചെയ്തത് ഒരു ചോരകൃത്യം, ഒരു കള്ളൻ്റെ പ്രവൃത്തിയാണ് ചെയ്തത്. ഇതിനെപ്പറ്റി നിനക്ക് അഭിമാനിക്കാനൊന്നുമില്ല എന്ന് കേട്ടു. ആ രാവണൻ ആകപ്പാടെ ക്രോധം കൊണ്ട് കണ്ണുകളൊക്കെ ചുവന്നു. നീലജീമൂത സംകാശോ മഹാഭുജ ശിരോധര ഒക്കെയുമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. കരികാല് പോലുള്ളവനാണ്, കയ്യും കഴുത്തും തടിച്ചവനാണ്, സിംഹത്തെ പോലെ നടക്കുന്നവനാണ് ഒക്കെ രാവണനെ കുറേ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ. കിരീടത്തിൻ്റെ അഗ്രം ആടിക്കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ രാവണൻ വലിയ അരപ്പട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് മന്ദരപർവ്വതം പോലെ വലിയ സ്വരൂപത്തോടു കൂടി രാവണൻ എന്ത് ചെയ്തു? ഉദയസൂര്യൻ പോലുള്ളതായ കുണ്ടലങ്ങൾ അണിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് സർപ്പത്തെ പോലെ ചീറ്റിക്കൊണ്ട് ചവിട്ടേറ്റ സർപ്പം പോലെ ക്രുദ്ധനായിട്ട് ആ സീതയോട് വീണ്ടും പറഞ്ഞു, കൊള്ളരുതാത്തവനും മുടിഞ്ഞവനുമായ ആ രാമനാണല്ലോ നിൻ്റെ മനസ്സിൽ നിന്ന് പറ്റിയിരിക്കുന്നത്, ഞാൻ നിന്നെ ഇപ്പം തന്നെ നശിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആ രാവണൻ ഘോരരാക്ഷസികളോട് ഇങ്ങനെ പറഞ്ഞു. ധാരാളം രാക്ഷസികൾ അവിടെ കാവലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ വികൃത സ്വരൂപികളാണ്. ചില കണ്ണുള്ളവരാണ്, ചില കണ്ണില്ലാത്തവരാണ്, ചില ചെവി തൂങ്ങുന്നവരാണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏകാക്ഷി ഏകവാദിഞ്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമാസികാംസി മുഖമുഖിയും മൂക്കില്ലാത്തവരാണ്. അങ്ങനെയൊക്കെയുള്ള അവരോട് പറഞ്ഞു, അല്ലയോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ജനകപുത്രിയായ സീത എനിക്ക് വശകയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് വേണ്ടതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞു. അനുകൂലമായും പ്രതികൂലമായിട്ടും പലതും പറഞ്ഞു നോക്കൂ. സാമം, ഭേദം, ദാനം മുതലായ ഉപാധികളൊക്കെ ഉണ്ടല്ലോ ഒരാളെ വശപ്പെടുത്താൻ, അതൊക്കെ ചെയ്തു നോക്കൂ. എന്നിട്ട് വശപ്പെടുത്തില്ലെങ്കിൽ ആലോചിക്കാം എന്നുള്ള മട്ടിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആവർജേത വൈദേഹിം ദണ്ഡസ്യോദ്യമനേനജ ഇതി പ്രതിസമാദിശ്യ രാക്ഷസൻ രാവണൻ പുനഃ. ഇങ്ങനെ രാവണൻ വീണ്ടും വീണ്ടും പറഞ്ഞു. ആ സീതയോടുള്ള കാമാധിക്യം കൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും തനിക്ക് വശകനാക്കാൻ വേണ്ടത് ചെയ്യുമോ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധാന്യമാലി എന്ന് പറയുന്നതായ രാവണൻ്റെ തന്നെ ഭാര്യയാണ്. രാവണൻ അനേക ഭാര്യമാരുണ്ട്. പലരുടെയും പേര് എടുത്തു പറഞ്ഞിട്ട് ചില പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാന ഭാര്യയാണ് മണ്ഡോദരി. ആ ധന്യമാലി, ചില ഗ്രന്ഥങ്ങളിൽ ധന്യമാലി എന്നാണുള്ളത്, ചിലതെങ്കിൽ ധാന്യമാലി എന്ന് കാണുന്നുണ്ട്. ചില ധാന്യമാലി അപ്പോഴേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ആ രാവണനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പരിഷ്വജ്ജഗ്രീവം നിജം വചനം ദ്രവിൽ. അവൾ പറഞ്ഞു, അല്ലയോ രാവണ, എന്നെപ്പോലെ സുന്ദരികളായ അനവധി ആൾക്കാർ അങ്ങയെ പ്രണയിക്കുന്നുണ്ട്, അങ്ങയോട് കാമുള്ളവരാണ്. അപ്പം ഞങ്ങളോട് കൂടിയിട്ട് ക്രീഡിച്ച് കഴിയൂ. മയാ ക്രീഡമകാരാജ സീതയാക്കും ദവാനയാ. നിന്നോട് പ്രണയം തോന്നാത്ത, നിന്നോട് അഭിനിവേശമില്ലാത്ത ഈ സീതയെ സീതയോട് എന്തിനിങ്ങനെ യാചിക്കാൻ പോകണം?
ഈ തന്നെ കാമമില്ലാത്ത സീതയെ എന്നല്ല ഏത് സ്ത്രീയെയും മുന്നോട്ട് കാമമില്ലാത്തവളെ പ്രാപിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് ഉപേക്ഷിക്കുക. അകാമാങ്കാമയ അനസ്യ ശരീരമുപതഭ്യതയും. തന്നോട് കാമമില്ലാത്ത ഒരു സ്ത്രീയെ ബലാത്കാരം പ്രാപിക്കുന്നവൻ്റെ ശരീരം തന്നെ വീണുപോകും. അതൊക്കെ നാശം ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഇത്തരം ഭോഗങ്ങളൊന്നും, അല്ലെങ്കിൽ ഈ സീതയുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ സീതയ്ക്ക് ഭാഗ്യം കുറവാണെന്ന് ആളുകളാണ്. ദേവഗന്ധർവ സ്ത്രീകൾ പോലും കൊതിക്കുന്നതായ രാവണന്റെ ഭോഗങ്ങളിൽ അവർക്ക് വിധിച്ചിട്ടില്ല. അതിനുള്ള യോഗം അവൾക്കില്ല. അങ്ങനെയുള്ളവളോട് നീ എന്തിനിങ്ങനെ യാചിക്കാൻ പോകണം? ഏവമുക്തസ്തു രാക്ഷസ്യ സമുക്ഷിപ്തസ്തോ വലി പ്രഹസൻ മേഘസങ്കാശോ രാക്ഷസവർത്തതാം. തൽക്കാലം ഭാര്യയിരിക്കുന്ന ഈ രാക്ഷസ സ്ത്രീക്കിനെ എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് രാവണൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു നടത്തും. തൽക്കാലം വേറെ അതിക്രമത്തിനോ കൈക്കറിയൊക്കെ ഒന്നും പുറപ്പെടാതെ രാവണൻ അവിടെ പോവുകയാണ്. അപ്പോൾ ഈ രാക്ഷസ സ്ത്രീകളാകട്ടെ രാവണനെ ഏൽപ്പിച്ചിരുന്നല്ലോ, ഏതെങ്കിലും തരത്തിൽ നല്ല വാക്കുകൊണ്ടോ അവരുടെ ബുദ്ധി ഭേദിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ പല ദാനസമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലും എനിക്കിവിടെ വശകയാക്കി തരുമെന്ന് രാവണനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാക്ഷസ സ്ത്രീകൾ ആ സീതയെ വേദനിപ്പിക്കാതൊക്കെയും പ്രലോഭിപ്പിക്കാതൊക്കെയും ഭീഷണിപ്പെടുത്താതൊക്കെയും എല്ലാ ഉപായങ്ങളും ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനനുസരിച്ചൊക്കെ ചെയ്തു എന്നാണ് ഈ 23-ാമത്തെ സർഗത്തിൽ പറയുന്നത്. ഓരോ പേരെടുത്ത് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഓരോ പേര് എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ആൾക്കാരും എന്ത് ചെയ്തു? രാക്ഷസ്യ ക്രോധമൂർച്ഛിത എന്നാണ്. ക്രോധം കൊണ്ട് വളരെ ദേഷ്യം വന്നവർക്ക്. കാരണം അവരുടെയൊക്കെ ദൃഷ്ടിയിൽ രാവണൻ തന്നെ വളരെ മാനനീയനായ ആളാണ്, ലോകാരാധ്യനാണ്. അങ്ങനെ മഹാപ്രതാപലങ്കേശ്വരനായിരിക്കുന്ന ദേവന്മാരെപ്പോലും ഭീഷണിപ്പെടുത്തുന്നവനായ രാവണൻ സമസ്ത ഭോഗങ്ങളും കാൽക്കൽ വെച്ചിട്ട് അഭ്യർത്ഥിച്ചിട്ട് പോലും ഈ സീത വഴങ്ങുന്നില്ല എന്നുള്ളത് വലിയൊരു അപരാധമായിട്ടും സീതയുടെ തോന്നിയവാസമായിട്ട് അവർക്ക് തോന്നുന്നതർത്ഥം. ഓരോരുടെ ചിന്താഗതി ഓരോ തരത്തിലാണ്. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാതിവൃത്യത്തെക്കുറിച്ചുള്ള സീതയുടെ ഈ പ്രസംഗമൊക്കെ വളരെ നിസ്സാരമാണ്. അതുപോലെ അവർക്കതിൽ വിഡ്ഢിത്തായിട്ടോ പൊലമ്പലായിട്ടാണ് തോന്നുന്നത്. ഈ സീത ബുദ്ധിയില്ലാത്തവളാണെന്നും ഇത്രയധികം സുഖഭോഗങ്ങൾക്ക് സാധ്യതയുള്ളപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ നിസ്സാരമായി ഗണിക്കുന്നത് അവളുടെ അഹങ്കാരം കൊണ്ടാണെന്നും ഈ രാക്ഷസികൾ വിചാരിക്കുക. അതിൽ ഓരോ ആൾ പലതും പറഞ്ഞു എന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. അവരെന്തൊക്കെയാണ് പറഞ്ഞതാണ്? ആദ്യം പറഞ്ഞത് ഏകജട നാമ രാക്ഷസീ വാക്യമം ബ്രവിൽ. ഏകജട എന്നൊരു രാക്ഷസി പറഞ്ഞു. അത് കണ്ണുകളൊക്കെ ഉരുട്ടി അപ്പോൾ ക്രോധിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് കണ്ടിട്ടാണ് ഇത്ര അഹങ്കരിക്കുന്നത്? പ്രജാപതി ഷണ്ണം ദേ ചതുർത്ഥോയം പ്രജാപതി മാനസോ ബ്രഹ്മണപുത്ര പുലസ്ത്യ വിശ്രുത. രാവണന്റെ കേമത്തങ്ങളൊക്കെ അവൾ പറയാൻ. സാക്ഷാത് ബ്രഹ്മാവിൻ്റെ പുത്രനായ പുലസ്ത്യൻ്റെ മകനായ വിശ്രവസിൻ്റെ മകനാണ് ഈ രാവണൻ. അങ്ങനെയുള്ളയാളെയാണ് നീ എന്ത് ചെയ്യുന്നത്? ഇത്രയധികം നിസ്സാരനായിട്ട് കരുതുന്നത്. അപ്പോൾ നീ എന്ത് ചെയ്യൂ? ഭാര്യാഭവിതുമാണ് ഗതി. ഈ രാവണന് ഭാര്യയായി തീരുന്നതാണ് നിനക്ക് നല്ലത്. വേറെത്തി ഹരിജട എന്ന് പറയുന്ന രാക്ഷസി പറഞ്ഞു, വിവർത്തിയ നയനെ കോപാൻ. കോപിച്ചുകൊണ്ട് പൂച്ചക്കണ്ണിയായ അവൾ പറഞ്ഞു, ഞാൻ അല്ലയോ സർവാംഗസുന്ദരി, നീ എന്താണ് ഞങ്ങളുടെ വാക്യത്തെ അനുസരിക്കാത്തത് എന്ന് ചോദിച്ചു. 33 കോടി ദേവന്മാരെയും ജയിച്ചിട്ടുള്ള ആളാണ് ഈ രാവണൻ എന്ന് പറഞ്ഞു. വികട എന്ന് പറയുന്ന മറ്റൊരുത്തി പറഞ്ഞു, ഈ ഭീമമായ ബലം കൊണ്ട് സമസ്തരെയും ജയിച്ചിരിക്കുന്ന ഈ രാവണൻ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിസ്സാരനായിട്ട് കാണുന്നത്? നീ അധമയാണ്, അധമേ. സർവ്വസമൃദ്ധി നിന്റെ കാൽക്കൽ വെച്ച് തൊഴുതിട്ട് ആ രാവണനെ നീ സ്വീകരിക്കാത്തത് എന്താണ്? ഇങ്ങനെ ഒരാളായിട്ട് പറഞ്ഞു നടത്തും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സീതാപ്പാളെ വിഷമിച്ചു. തനിക്ക് അനുകൂലിയായിട്ടുള്ള ആളെ കാണാനില്ല. വിപരീതം പറയുന്നവരായ തൻ്റെ മനസ്സിനെ നിരന്തരം വേദനിപ്പിക്കുന്നവരായ സ്ത്രീകളുടെ, ഈ രാക്ഷസ സ്ത്രീകളുടെ വെച്ചിട്ട് പരുഷം പരുഷാനർഹ മോജുസ്തൻ വാക്യമം പ്രിയം. പരുഷമായ വാക്കുകൾ കേൾക്കാൻ അർഹതയില്ലാത്ത ഈ സീത ഇങ്ങനെ ഉള്ള തമ്മാടിത്തം കേൾക്കാൻ വിധിക്കപ്പെട്ടവളല്ല. വാസ്തവത്തിൽ ഇത് കേൾക്കേണ്ടതും അവൾ സ്വയം തന്നെ കരഞ്ഞു. ഈ രാക്ഷസ സ്ത്രീകളാകട്ടെ പലതരത്തിൽ അവളെ വാക്കുകളെ കൊണ്ട് പീഡിപ്പിച്ചു. ആ സമയത്ത് സീത നേത്രാഭ്യാമശ്രുപൂർണാഭ്യാം ഇതം വചനമബ്രവീത്. കണ്ണിൽ ധാരധാരയായി വർഷിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, തതിതൻ ലോകവിദ്യുഷ്ടം ഉദാഹരത സംഗതാം. ആ സീത പറഞ്ഞെന്താണ്? ലോകാചാരവിരുദ്ധമായ പാപകർമ്മം ചെയ്യാനാണല്ലോ നിങ്ങൾ എന്നോട് പറയുന്നത്. ഞാൻ ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള എനിക്ക് ഈ രാക്ഷസൻ്റെ ഭാര്യയാകേണ്ടവളല്ല. ഞാൻ എൻ്റെ ഭർത്താവിന് മനസ്സെപ്പോഴും ഉറപ്പിച്ചു വച്ചിരിക്കുന്നവനാണ്.
എത്ര ദീനനായിരുന്നാലും രാജ്യഹീനനായാലും സമ്പത്ത് നഷ്ടപ്പെട്ടവനായാലും ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കില്ല. എങ്ങനെയാണോ ഇന്ദ്രാണി സാക്ഷാൽ ഇന്ദ്രനെ തന്നെ ആശ്രയിക്കുന്നത്, അതേപോലെ യഥാശചി മഹാഭാഗ ശക്രം സമുപതിഷ്ഠതി അരുന്ധതി വസിഷ്ഠം ച രോഹിണി ശശിനം യഥാ. ലോകത്തിൽ വിഖ്യാതരായ ദമ്പതിമാരുടെ ഉദാഹരണം പറയാണ്. എങ്ങനെയാണോ അരുന്ധതി വസിഷ്ഠനെ തന്നെ ആശ്രയിക്കുന്നത്, രോഹിണി സാക്ഷാത് ചന്ദ്രനെ തന്നെ ആശ്രയിക്കുന്നത്, ലോപാമുദ്ര അഗസ്ത്യനിൽ നിന്ന് മനസ്സുവിടാതിരിക്കുന്നത്, അതുപോലെ ഞാൻ തഥാഹം ഇക്ഷ്വാകുവരൻ രാമം പ്രതിമനോവ്രത. ആ ഇക്ഷ്വാകു വംശപ്രഭവനായ ആ രാമനിൽ തന്നെ മനസ്സ് വെക്കുന്നവളാണ്. നിങ്ങളുടെ വാക്കുകളിലൊന്നും പ്രയോജനമില്ലാന്നർത്ഥം. ഇങ്ങനെയൊക്കെ അവൾ വീണ്ടും വീണ്ടും പറഞ്ഞു. അവലീന സന്ദർഭാക്യോ ഹനുമാൻ ശിംശവാന്ധമേ. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ ശിംശവാക്ഷത്തിൻ്റെ മറവിൽ ഹനുമാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ രംഗങ്ങൾ കണ്ടതോട് കൂടിയിട്ട് സീതയുടെ ദുസ്ഥിതി എത്രത്തോളം ദയനീയമാണെന്നും സീത വലിയൊരു ആപത്തിലാണ് ചെന്ന് വിട്ടിരുന്നതിൽ ഹനുമാൻ നന്നായിട്ട് മനസ്സിലായി. അത് പിന്നീട് അതിനനുസരിച്ച് വാക്ക് പറയാനും സീതയുടെ മനസ്സിലെ തന്നിൽ വിശ്വാസം ഉണ്ടാക്കാനും ആശ്വസിപ്പിക്കാനൊക്കെ ഹനുമാൻ സാധിച്ചത് ഈ രംഗങ്ങളൊക്കെ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. അവിടെ എന്തൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്, എത്രയധികം വലിയ ദുരിതത്തിലാണ് ഈ സീത ഇപ്പോൾ കഴിയുന്നത് ഹനുമാൻ വ്യക്തമായി മനസ്സിലായി പറയാണ്. ഇതൊക്കെ കേട്ടുമാണ്. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഈ രാഷ്ട്രീയങ്ങളൊക്കെ താൻ അടിച്ചു കൊന്നു കളഞ്ഞാലോ എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ വിചാരിച്ചു അതല്ല, കുറച്ചുകൂടി ക്ഷമിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്തൊക്കെ പല രാക്ഷസികളും പലതും അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു, അല്ലയോ സീത, നീ ഭർത്താവിനുള്ള അമിതമായ പ്രണയം അവസാനിപ്പിക്കും. സീതയെ വര്യാത്വമേതാവൽ ഭർത്തസ്നേഹ പ്രദർശിത സർവത്രാധികം ഭദ്രേ വ്യസനായോ അൽപതേ. നീ ഭർത്താവ് എന്ന് വിചാരിച്ചിട്ട് ആ രാമനെ ഒക്കെ നീ മനസ്സുണ്ടല്ലോ, അദ്ദേഹത്തോട് കാണിക്കുന്ന ഈ പ്രണയം ഒക്കെ നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുള്ളൂ. അവിടെ നീ ഞങ്ങളുടെ വാക്കിനനുസരിക്കുമോ? അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? മാനുഷം കൃപണൻ രാമൻ ത്യക്വാ രാവണമാശ്രയ. മനുഷ്യനായ രാമനെ ഉപേക്ഷിച്ചിട്ട് രാക്ഷസനായ രാവണനെ തന്നെ പ്രാപിക്കുമോ എന്നൊക്കെ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു അർത്ഥം. അവരൊന്നും വിസ്തരിക്കേണ്ടതില്ല. പല രാക്ഷസിമാരും പലതരത്തും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴും അവളുടെ മനസ്സ് ലെവലേശം ഇളകിപ്പോയില്ല എന്നർത്ഥം. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ, ഈ ജീവിതം തന്നെ വളരെ നിസ്സാരമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് യൗവനം വളരെ തീർന്നു പോകുന്നതാണ്. ആ യൗവനം അവസാനിക്കുന്നതിന് മുമ്പ് സകല ഭോഗങ്ങളും അനുഭവിക്കൂ. നീ കൊള്ളാത്തവനായ ഈ രാമനോടുള്ള സ്നേഹം, അയാളെ പറ്റിയുള്ള സ്തുതി അവസാനിപ്പിക്കുമോ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ അവരുടെ ഈ വിഷമിപ്പിക്കുന്ന വാക്കുകൾ, മർമ്മഭേദിയായ വാക്കുകൾ കേട്ടിട്ട് ആ സീത വല്ലാതെ വിഷമിച്ചു. അവൾ രാക്ഷസീനാം അസൗമ്യാനാം നിരോധനകൽപജ. സൗമ്യ സ്വഭാവമില്ലാത്തവരായ രാക്ഷസികളുടെ വാക്ക് കേട്ടിട്ട് ആ സീത കരഞ്ഞു. അവൾ വിചാരിച്ചു, ഞാൻ എത്ര ഭാഗ്യഹീനയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കാത്തത് എന്നുള്ള രാക്ഷസികളോട് പറഞ്ഞു. മാനുഷി രാക്ഷസസ്യ ഭാര്യാഭവിതും അർഹതി. രാക്ഷസികളെ, മനുഷ്യ സ്ത്രീയായ ഞാൻ ഈ രാക്ഷസനായ രാവണൻ്റെ ഭാര്യയായിരിക്കാൻ യോഗ്യല്ല. നിങ്ങൾക്ക് എന്നെ എന്ത് വേണം ചെയ്യാം, എന്നെ വധിക്കുകയോ തിന്നുകയോ എന്ത് വേണം ചെയ്തോളൂ, ഞാൻ ഞങ്ങൾക്ക് വഴങ്ങില്ല എന്ന് കണ്ണീരോടുകൂടിയാണെങ്കിലും ദൃഢനിശ്ചയത്തോടുകൂടി ആ സീത പറയാൻ അവളുടെ വാക്കിതാണ്. കാമം ഘാതതമം സർവാമകരിഷ്യാമി ഓവര. അല്ല രാഷ്ട്രീയങ്ങളെ, നിങ്ങൾ ഇഷ്ടം പോലെ തന്നെ തിന്നുകൊള്ളൂ, എന്നെ എന്ത് വേണം ചെയ്തുകൊള്ളൂ, പക്ഷെ ഞാനെന്ത് ചെയ്യില്ല, നിങ്ങളുടെ വാക്ക് അനുസരിക്കില്ല. ശർമ്മലേഭേ ശോകാത്താരാവണേന ഇതാ. ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരു സിംഹി, അതായത് പെൺസിംഹം ഒരു മുയലിൻ്റെ ഭാര്യ ആയിരിക്കില്ല. അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ രാവണൻ എനിക്ക് ചേർന്നവനല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. രാമേതി ദുഃഖാർത്ഥാകാവനം ലക്ഷ്മണേതിയ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും രാമ ലക്ഷ്മണാനി എന്ന് പറഞ്ഞിട്ട് നിരന്തരമായി കണ്ണീർ വാർത്തു. യഥാർത്ഥത്തിൽ ഭർത്താവ് അദ്ദേഹത്തെ കാണാതെ ഈ രാഷ്ട്രീയമാരുടെ അധീനത്തിൽ പെട്ടിട്ടും ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോകുന്നില്ലല്ലോ എന്ന് വീണ്ടും വീണ്ടും ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇതിന് വീണ്ടും വിചാരിച്ചു, യഥാർത്ഥത്തിൽ ജീവിതം കളയുക, ശരീരം കളയുക എന്നുള്ളത് എളുപ്പമല്ല. പറയാണ്, ധികസ്തു ഖലു മാനുഷ്യം ധികസ്തു പരവശ്യതാം.
നചക്കയിൽ പരിത്യക്തും ആത്മച്ഛന്തേന ജീവിതം. യഥാർത്ഥത്തിൽ വേറൊരാൾക്ക് അടിപ്പെട്ടു പോയി. മനുഷ്യജീവിതം തന്നെ എത്ര കഷ്ടതാണ്, എത്രയധികം ദയനീയമാണ്. ഇഷ്ടമനുസരിച്ച് പ്രാണൻ പോലും തനിക്ക് ധരിക്കാനാവുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പ്രസക്ത അശ്രൂഹീവേവം ബ്രുവതി ജനകാത്മജ അധോഗതമുഖി ബാല വിലപ്തോ ലംഘമേ. അധോമുഖിയായിട്ട് മുഖം കുനിച്ചിരുന്നിട്ട് അവൾ വീണ്ടും വീണ്ടും വിലപിച്ചു. ഇത്രയും ഭാഗം. ഇനി ഇതൊക്കെ കണ്ടുകൊണ്ട് ഹനുമാൻ ഇരിക്കുന്നില്ലായിരുന്നു. ഇനി ഉള്ള ഭാഗത്തുള്ളത് ഈ സീതയെ ആസ്വദിപ്പിക്കാന്നൊക്കെ വേണം. താൻ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയൊക്കെ പറഞ്ഞാലാണ് സീതയ്ക്ക് അതിന് വിശ്വാസം ഉണ്ടാവുക. കാരണം സീത ഹനുമാനെ മുമ്പ് കണ്ടിട്ടില്ല. ഈ വാനരന്മാരുമായിട്ട് രാമൻ സഖ്യം ഉണ്ടാക്കിയതോ രാമൻ അയച്ചിട്ട് വന്നതാണെന്നോ സീതയ്ക്ക് യാതൊരു ബോധ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ നിർണായകമായ ഘട്ടത്തിൽ താൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഹനുമാൻ ആലോചിക്കുന്നു. അതിന് വളരെ സമർത്ഥവും ബുദ്ധിപൂർവമായ രീതിയിൽ സീതയെ സമീപിക്കുന്നതൊക്കെയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ. അത് തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇത് ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.